പ്രൈസ് ലോർഡ്. നമ്മൾ റോമാലേഖനം 10-ാം അധ്യായം ആണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇതിന്റെ 4-ാമത്തെ വാക്യം മുതൽ നമുക്ക് തുടങ്ങാം. ഇവിടെ നമ്മളിങ്ങനെ വായിക്കുന്ന, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. യേശുക്രിസ്തുവിന്റെ വരവോടുകൂടി ന്യായപ്രമാണ കാലഘട്ടം അവസാനിക്കുകയാണ് ചെയ്തത്. അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവനായി ജനിച്ച് ആദ്യം ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാമും പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. ഗലാത്യലേഖനം 3-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ഗലാത്യർക്ക് ലേഖനം 3-ന്റെ 23 മുതലുള്ള വാക്യങ്ങളിൽ, വിശ്വാസം വരും മുമ്പേ നമ്മിൽ വെളിപ്പെടുവാനിരുന്ന വിശ്വാസനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴ് അടച്ച് സൂക്ഷിച്ചിരുന്നു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല, ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നമുക്ക് 24-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കാം. 25, വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല, ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഇപ്പൊ ന്യായപ്രമാണത്താലുള്ള നീതി എന്ന് പറയുന്നത് നമ്മളെല്ലാം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. ന്യായപ്രമാണത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പം 5-ാം വാക്യത്തില് 5-ാം വാക്യത്തില് റോമർ 10-ന്റെ 5 ഇങ്ങനെ വായിക്കുന്നത്, ന്യായപ്രമാണത്തിലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്യുന്നവൻ അല്ലെ അത് ചെയ്യുന്ന മനുഷ്യൻ അതിനാൽ ജീവിക്കുമെന്ന് മോശ എഴുതിയിരിക്കുന്നുവല്ലോ. ന്യായപ്രമാണത്തിന്റെ നീതിയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാല്, ഒന്നിൽ തെറ്റിയാൽ എല്ലാത്തിലും തെറ്റും. ഒരു കൽപ്പന ലംഘിച്ചാൽ അവൻ സകലത്തിലും കുറ്റക്കാരനായിത്തീരും. അതിനെക്കുറിച്ച് ലിവിംഗ് ബൈബിൾ ഇങ്ങനെയാണ് വിശദീകരിച്ചിരിക്കുന്നത്. For Moses wrote that if a person could be perfectly good and hold out against temptation all his life and never sins once, only then could he be pardoned and saved. എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതകാലം മുഴുവൻ ഒരു തെറ്റ് പോലും അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ ഒരു കൽപ്പന പോലും ലംഘിക്കാതെ ജീവിച്ചാൽ മാത്രമേ അവൻ രക്ഷിക്കപ്പെടത്തുള്ളൂ. പക്ഷെ നമുക്കറിയാം, ഈ ന്യായപ്രമാണത്തിന്റെ കൽപ്പനകളൊക്കെ അനുസരിക്കാൻ മനുഷ്യന് അസാധ്യമായിരുന്നു. പ്രത്യേകിച്ച് 10-ാമത്തെ കൽപ്പന. ഇനി 9 കൽപ്പനകൾ അവൻ സ്വന്തം ശക്തി കൊണ്ട് അനുസരിച്ചാൽ പോലും 10-ാമത്തെ കൽപ്പന എന്ന് പറഞ്ഞാൽ മോഹിക്കരുതെന്നുള്ള കൽപ്പന വരുന്നിടത്ത് അവനെ കൊണ്ട് അസാധ്യമായിരുന്നു അങ്ങനെ ജീവിക്കാൻ. അതുകൊണ്ട് തന്നെ ന്യായപ്രമാണത്തിന്റെ നീതി നിമിത്തം അല്ലെ നമ്മുടെ സ്വന്തം നീതിയാൽ നമുക്ക് ഒരിക്കലും ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കാനായിട്ട് കഴിയത്തില്ല. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തില് യേശുവിന്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ അവിടെ 2 കള്ളന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, അല്ല ലൂക്കോസ് 23:39 തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരൻ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെ ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറഞ്ഞവനെ ദുഷിച്ചു. 40-ാമത്തെ വാക്യത്തിൽ മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധി തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, അവനോ അരുതാത്ത ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ മറ്റു സുവിശേഷങ്ങളിലൊക്കെ വായിക്കുന്ന ഒരു കാര്യം, ഈ 2 പേരും കർത്താവിനെ ദുഷിച്ചെന്ന് നമ്മൾ വായിക്കുന്നത്. 2 പേരും കർത്താവിനെ ദുഷിച്ചുകൊണ്ടായിരുന്നു.
പക്ഷെ തുടർന്ന് നമ്മൾ 34-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, എന്നാൽ യേശു അതിന്റെ 33-ൽ ഇങ്ങനെ പറയും, തലയോടിടുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവർത്തിക്കാരെയും ഒരുത്തിനെ വലത്തും ഒരുത്തിനെ ഇടത്തുമായി ക്രൂശിച്ചു. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്ന എന്നെന്ന് അറിയായോണ്ട് ഇവർ ക്ഷമിക്കണം എന്ന് പറഞ്ഞു. യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട ഈ രണ്ടുപേരും ആദ്യം യേശുവിനെ ദുഷിച്ചു പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് യേശുവിന്റെ പ്രതികരണങ്ങൾ അവർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അതിലൊരാൾക്ക് യേശുവിന്റെ പ്രതികരണങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി, ഇവൻ യഥാർത്ഥത്തിൽ ഒരു നീതിമാനാണ്. അതുകൊണ്ടാണ് 40-ാമത്തെ വാക്യത്തിൽ മറ്റവനോട് പറയുന്നത്, മറ്റവൻ അവനെ ശാസിച്ച് സമശിക്ഷാവിധിയിൽ തന്നെയായിട്ട് ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിന് യോഗ്യമായതല്ലോ കിട്ടുന്ന, ഇവനോ അരുതാത്ത ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. എങ്ങനെ അത്ര സമയം കൊണ്ട് അവന് മനസ്സിലായി? യേശുവിന്റെ പ്രതികരണങ്ങൾ കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ വിശ്വാസത്താലുള്ള നീതി അന്വേഷിക്കുന്നിടത്ത് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ ദുഷിക്കത്തില്ല, തങ്ങളെ തന്നെ ന്യായീകരിക്കത്തില്ല. ലൂക്കോസ് 16-ലെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യർക്ക് മുമ്പാകെ നീതീകരിക്കുന്നവർ ആകുന്നു. ഈ പരീശന്മാരുടെ അല്ലെങ്കിൽ ഈ ന്യായപ്രമാണത്തിന്റെ നീതി അന്വേഷിച്ച് പിന്തുടർന്ന ഒരു പ്രത്യേകത, അവരെപ്പോഴും തങ്ങളെ തന്നെ ന്യായീകരിക്കുന്നവരായിരുന്നു. പക്ഷെ യഥാർത്ഥ നീതിമാനെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും തന്നെത്താൻ ന്യായീകരിക്കുകയോ മറ്റുള്ളവരെ ദുഷിക്കുകയോ ചെയ്യത്തില്ല. അവനെപ്പോഴും തന്നെത്താൻ വിധിക്കുന്നവനായിരിക്കും. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള നമുക്ക് ലഭിച്ചിരിക്കുന്ന നീതി ന്യായപ്രമാണത്തിൽ നിന്നുള്ള നീതിയാണോ, വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന നീതിയാണോ എന്നറിയാനുള്ള ഒരു ടെസ്റ്റ് ഇതാണ്. നമ്മൾ ഒന്നാമത് മറ്റുള്ളവരെ ദുഷിക്കത്തില്ല, മറ്റുള്ളവരെ വിധിക്കത്തില്ല. നാം എപ്പോഴും നമ്മളെ തന്നെ വിധിക്കുകയും നമ്മളെ തന്നെ വിലയിരുത്തുകയും ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴൊക്കെ നമ്മൾ മറ്റുള്ളവരെക്കാൾ നമ്മളാണ് മെച്ചമെന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നിടത്ത്, അല്ലെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും നമ്മുടെ പ്രവൃത്തികളെ ന്യായീകരിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നിടത്ത്, അത് കാണിക്കും നമ്മൾ ഇതുവരെയും വിശ്വാസമുള്ള നീതിയിലേക്ക് പ്രവേശിച്ചിട്ടില്ല. നാം ഇന്നും ന്യായപ്രമാണത്തിൽ നിന്നുള്ളൊരു നീതിയിലാണ്. ന്യായപ്രമാണത്തിൽ നീതി എന്ന് പറയുമ്പോൾ സ്വന്തം ശക്തി കൊണ്ട് ദൈവകൽപ്പനകൾ അനുസരിക്കാനായിട്ടുള്ള ശ്രമത്തിൽ നിന്നുളവായി വരുന്നൊരു നീതിയാണ്. അത് അസാധ്യമായൊരു കാര്യമാണ്. നമ്മളിങ്ങനെ വായിക്കുന്ന ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടത്തില്ല. പിന്നെ നമ്മൾ നീതീകരിക്കപ്പെടുന്ന വിശ്വാസത്താലാണ്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളിലുള്ള വിശ്വാസത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. ഇവിടെ 5-ാമത്തെ വാക്യത്തിൽ അതാ പറഞ്ഞിരിക്കുന്നത്, ന്യായപ്രമാണത്തിലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്തവൻ അതിനാൽ ജീവിക്കുമെന്ന് മോശ എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ എപ്പോഴൊക്കെ നാം നമ്മെ തന്നെ വിധിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാൻ കഴിയും, നമ്മുടെ ഉള്ളിൽ ഈ രണ്ട് നീതികളും തമ്മിലൊരു സംഘർഷം നടക്കുന്നുണ്ട്. നമ്മൾ ഈ ന്യായപ്രമാണത്തിന്റെ നീതിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിട്ട് വിശ്വാസമുള്ള നീതിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു നീണ്ട പോരാട്ടത്തിലൂടെയാണ്. നമ്മുടെ ജഡം ഒരിക്കലും അതിന് നമ്മളെ സമ്മതിക്കത്തില്ല. നാം ആത്മാവിന്റെ തലത്തിൽ നിൽക്കുകയും ദൈവം കാണുന്ന പോലെ കാര്യങ്ങളെ നോക്കി കാണുകയും ചെയ്യുന്നിടത്താണ് നാം ഈ ന്യായപ്രമാണത്തിന്റെ നീതി എന്നുള്ള തലത്തിൽ നിന്ന് വിശ്വാസത്താൽ ലഭിക്കുന്ന നീതിയുടെ തലത്തിലേക്കുള്ള ഒരു പ്രവേശനം കിട്ടുന്നത്. അങ്ങനെ ആ ഒരു തലത്തിലേക്ക് പ്രവേശിച്ച ഒരാളുടെ ഏറ്റവും വലിയ പ്രത്യേകത, അവൻ ഒരിക്കലും തന്നെ തന്നെ പ്രശംസിക്കത്തില്ല. നമ്മൾ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. അപ്പൊ ഈ വിശ്വാസമുള്ള നീതി ലഭിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും തന്നെ തന്നെ പ്രശംസിക്കാൻ കഴിയത്തില്ല. മറ്റുള്ളവർ അവനെ പ്രശംസിക്കുമ്പോൾ പോലും അവന്റെ ഉള്ളിലെ ചിന്ത, ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല, കാരണം ഇതെല്ലാം എനിക്ക് കൃപയാൽ സൗജന്യമായി ദൈവം തന്ന കാര്യങ്ങളാണ്. പക്ഷെ ന്യായപ്രമാണത്തിന്റെ തലത്തിൽ നിൽക്കുന്ന ഒരാൾ അവന്റെ സ്വന്തം ബലത്തിലും ശക്തിയിലാണ് അതെല്ലാം നേടുന്നത്. അതുകൊണ്ട് തന്നെ അവൻ എപ്പോഴും അംഗീകാരവും പ്രശംസയും മറ്റുള്ളവരുടെ പുകഴ്ത്തലൊക്കെ അവന് ഇഷ്ടമായിരിക്കും. പക്ഷെ വിശ്വാസത്താലുള്ള നീതി ലഭിച്ച ഒരാൾക്ക് ഒരിക്കലും അവരെ പുകഴ്ത്തുമ്പം അവർ സന്തോഷിക്കത്തില്ല, അവർക്ക് ദുഃഖമാണ് തോന്നുന്നത്. അതിന്റെ കാരണം, ഈ പുകഴ്ത്തൽ സ്വീകരിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല, എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം തന്നതാ. അവൻ എപ്പോഴും മുന്തിരിവള്ളിയിലാണ് പ്രശംസിക്കുന്നത്, കൊമ്പുകളിലല്ല. തന്നെയല്ല,
കർത്താവിലായിരിക്കും പ്രശംസിക്കുന്നത്. അപ്പൊ സൗരസന്മാരെ, നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ നമ്മളെ തന്നെ പ്രശംസിക്കുന്നവരാണെങ്കിൽ, നമ്മിൽ തന്നെ പ്രസാദിക്കുന്നവരാണെങ്കിൽ, നമ്മളെ തന്നെ പ്രശംസിക്കുന്നവരാണെങ്കിൽ, പുകഴ്ത്തുന്നവരാണെങ്കിൽ, നാം ഇതുവരെയും വിശ്വാസമുള്ള നീതിയുടെ തലത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. ഇനി 6-ാം വാക്യത്തിലേക്ക് വരുമ്പം വിശ്വാസമുള്ള നീതി വണ്ണം പറയുന്നു, ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ചാർ സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ മരിച്ചയിടയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ചാർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത് എന്ന് പറഞ്ഞാൽ, ഇതെന്തോ നമ്മൾ എങ്ങനെ ഇത് നേടിയെടുക്കാം അതവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആ സ്വർഗത്തിൽ കയറുമെന്നോ, തിരിച്ച് ക്രിസ്തുവിനെ മരിച്ചയിടയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. ഇതിനകത്തൊന്നും നമുക്ക് യാതൊരു പങ്കുമില്ല. ഇതെല്ലാം ദൈവം തന്നെ ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മുടെ ഒരു ശ്രമത്തിന് നിന്നും ഇതിനകത്ത് യാതൊരു സ്ഥാനവും ഇല്ല. 8-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ അത് എന്തു പറയുന്നു? വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ. ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിലെ ഒരു കോട്ടിംഗ് ആണ് ഇവിടെ പൗലോസ് അപ്പോസ്തലന് ഉപയോഗിച്ചിരിക്കുന്ന. ആവർത്തനം 30-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യമാണ്. അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, അതിന്റെ 11 മുതലുള്ള വാക്യങ്ങളാണ് 30-ന്റെ. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ കൽപ്പന നിനക്ക് പ്രയാസമുള്ളതല്ല, ദൂരമായുള്ളതുമല്ല. ഞങ്ങൾ കേട്ട് അനുസരിക്കേണ്ടതിന് അത് ആർ സ്വർഗത്തിൽ കയറി കൊണ്ടുവന്ന് തരുമെന്ന് പറയത്തക്കവണ്ണം അത് സ്വർഗത്തിലല്ല. ഞങ്ങൾ കേട്ട് അനുസരിക്കേണ്ടതിന് ആർ സമുദ്രം കടന്നു കൊണ്ടുവന്ന് തരുമെന്ന് പറയത്തക്കവണ്ണം അത് സമുദ്രത്തിന് അക്കരെയുമല്ല. നീ അനുസരിപ്പാൻ തക്കവണ്ണം വചനം നിനക്ക് ഏറ്റവും സമീപത്ത്, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു. ഈ വിശ്വാസവചനം നമുക്ക് വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും ഹൃദയത്തിലും ഇരിക്കുന്നു, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ. ഇതിനകത്ത് നമ്മൾ സ്വയമായിട്ടൊരു ശ്രമം നടത്തേണ്ട ആവശ്യമില്ല. സ്വർഗത്തിൽ നിന്ന് കർത്താവിനെ ആരും ഇറക്കുമെന്ന് വിചാരിച്ച് സ്വർഗത്തിൽ കയറുമെന്നോ, പാതാളത്തിൽ നിന്ന് ആരാ കർത്താവിനെ കയറ്റുന്നു എന്ന് വിചാരിച്ച് പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. ഇത് നിനക്ക് സമീപമായി, വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ. തുടർന്ന് അടുത്ത വാക്യം നമ്മൾ വായിക്കുന്നത്, യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുന്നു. യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയാന്ന് പറയുമ്പോൾ ഇത് എളുപ്പമുള്ളൊരു കാര്യമാണ്. പക്ഷെ ആ ഏറ്റുപറച്ചിൽ ഹൃദയത്തിൽ നിന്ന് വരേണ്ട ഒന്നായിരിക്കണം. യേശു ആണെൻ്റെ കർത്താവ്, ഞാനല്ല. ഇതുവരെ ഞാൻ തന്നെയായിരുന്നു എൻ്റെ കർത്താവ്. എനിക്ക് തോന്നിയ പോലെയൊക്കെയാണ് ഞാൻ ജീവിച്ചത്. ഇന്ന് മുതൽ ഞാനല്ല, യേശുവാണ് എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഇന്ന് മുതൽ യേശു പറയുന്ന പോലെയാണ് ഞാൻ ജീവിക്കാൻ പോകുന്നത്. ഒരിക്കൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞല്ലോ, പിന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്ര സ്വർഗരാജ്യത്തിൽ കടക്കുന്നു. യേശുവിനെ നമ്മൾ കർത്താവെന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ നമ്മൾ യേശുവിന് കർത്തൃത്വം കൊടുത്തിട്ടുണ്ടെന്നുള്ളൊരു ചോദ്യത്തെ നമ്മൾ അഭിമുഖീകരിക്കേണ്ട ആവശ്യമുണ്ട്. ഏതൊക്കെ കാര്യങ്ങളിലാണ് യേശു നമ്മുടെ കർത്താവായിരിക്കുന്നത്? നമ്മുടെ ചിന്തയിൽ യേശു കർത്താവാണോ? കർത്താവായിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കർത്താവിന്റെ ഇഷ്ടമേ ചെയ്യത്തുള്ളൂ. നമ്മുടെ ആ വാക്കുകളുടെ കാര്യത്തിൽ യേശുവാണോ നമ്മുടെ കർത്താവ്? നാം നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സംസാരത്തില്, ചിന്തകളില്,
നമ്മുടെ നടപ്പിൽ, കൊടുക്കൽ വാങ്ങുന്നതിൽ, ഇങ്ങനെയുള്ള എല്ലാ തലങ്ങളിലും യേശുവാണോ നമ്മുടെ കർത്താവ്? നമ്മൾ ആദ്യം ഏറ്റു പറയുമ്പോൾ ഒരു പൊതുവിലുള്ള ഏറ്റുപറച്ചിലാണ് നടത്തുന്നത്. അതിനുശേഷം നിരന്തരമായി നമ്മുടെ ജീവിതത്തിന്റെ ഓരോ തലങ്ങളിലായി ആ കർത്തൃത്വത്തിന് നമ്മൾ വിധേയപ്പെട്ടുകൊണ്ടേയിരിക്കണം. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 1 പത്രോസ് 3:14 അവസാനത്തെ ഭാഗം, എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. ഒന്ന് നമ്മൾ വാഗൊണ്ടാണ് ആദ്യം യേശുവിനെ കർത്താവെന്ന് ഏറ്റു പറയുന്നത്. അതിനുശേഷം നമ്മുടെ ഹൃദയങ്ങളിൽ യേശുവിനെ കർത്താവായി വിശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എല്ലാ കാര്യങ്ങളിലും കർത്താവിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മളൊരു കാര്യം സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ കർത്താവിനോട് ചോദിക്കണം, കർത്താവെ, ഞാൻ സംസാരിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ ഞാൻ എന്ത് സംസാരിക്കണം? നമ്മൾ പലപ്പോഴും സ്വയമായിട്ട് അങ്ങ് സംസാരിക്കുക ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ പ്രശംസിക്കുക, ഇഷ്ടപ്പെട്ടില്ലേ കുറ്റപ്പെടുത്തും. ഇവിടെ എല്ലാം നമ്മൾ തന്നെയാണ് നമ്മുടെ കർത്താവ്. പക്ഷെ നമ്മൾ യേശുവിനെ കർത്താവായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ വിശുദ്ധീകരിക്കുമ്പോൾ യേശു ജീവിച്ച പോലെ തന്നെ ആയിരിക്കും നമ്മളും ജീവിക്കുന്നത്. യേശു ഒരിക്കൽ പറഞ്ഞു, ഞാൻ സ്വയമായിട്ടൊന്നും സംസാരിക്കുന്നില്ല, എൻ്റെ പിതാവ് സംസാരിച്ച് കേൾക്കുന്നതാണ് ഞാൻ സംസാരിക്കുന്നത്. ഓരോ ശോധനയിലും പിതാവിനോട് ചോദിക്കും, പിതാവെ, ഞാൻ ഇവിടെ എന്ത് സംസാരിക്കണം? പിതാവിന്റെ ശബ്ദം കേട്ടിട്ട് പിതാവ് പറഞ്ഞത് മാത്രം ഞാൻ സംസാരിക്കുമ്പം ഞാൻ യേശുവിനെ എൻ്റെ ഹൃദയത്തിൽ കർത്താവായിട്ട് വിശുദ്ധീകരിക്കുക ചെയ്യുന്നു. എന്നിൽ തന്നെ വരുന്ന ഒത്തിരി ചിന്തകളും സംസാരിക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. ഞാൻ അവിടെ എന്നെ തന്നെത്താൻ നിഷേധിക്കുന്നു. എന്നിട്ട് എൻ്റെ കർത്താവിനോടല്ലേ, എൻ്റെ യജമാനോട് ചോദിക്കുന്നു, ഞാൻ എന്ത് സംസാരിക്കണം? കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് കർത്താവ് പറഞ്ഞത് മാത്രം സംസാരിക്കണം. 119 സംഘത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, നിന്റെ കൽപ്പനകളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവ കൽപ്പിച്ചു തന്നിരിക്കുന്നു. കൽപ്പനകളെ കൃത്യമായി അനുസരിക്കാനായിട്ട് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. യേശു അങ്ങനായിരുന്നു ഈ ഭൂമിയിൽ ജീവിച്ചത്. എപ്പോഴൊക്കെ പിതാവ് എന്ത് ചെയ്യാൻ പറയുന്നത് അത് ചെയ്യും. ചില സമയത്ത് പിതാവ് യേശുവിനോട് പറഞ്ഞു, ഇവിടുന്ന് സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. കർത്താവ് സ്ഥലം വിട്ടു അവിടുന്ന്. ചില സമയത്ത് യേശുവിനോട് പറഞ്ഞു, നീ ഇപ്പം പോകണ്ട. ശരി, കർത്താവ് പോയില്ല. അല്ല, നീ ഇന്നത് സംസാരിക്കണം. ആ വ്യഭിചാരകർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവന്ന് അവര് കർത്താവിനോട് ചോദ്യം ചോദിച്ചു, ഞങ്ങളുടെ ന്യായപ്രമാണം ഇവിടെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാ പറഞ്ഞു, നീ എന്ത് പറയുന്നു? പിതാവ് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യത്തെ കല്ലെറിയാൻ പറയാൻ പറഞ്ഞു. നമ്മളിങ്ങനെ വായിക്കുന്നത്. അത് പറഞ്ഞിട്ട് കർത്താവ് കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അന്നേരം പിതാവിനെ കേട്ടുകൊണ്ടായിരുന്നു. അവസാനം പിതാവിനോട് ചോദിച്ചു, ഇനി ഞാൻ ഇവളോട് എന്ത് പറയണം? പിതാവ് പറഞ്ഞു, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, സമാധാനത്തോടെ പോകാം, മേലാൽ പാപം ചെയ്യരുത്. ഇവിടെയെല്ലാം പിതാവിനെ കർത്താവായിട്ട് യേശു വിശദീകരിക്കുന്നത് നമ്മൾ കാണുന്നു. നമ്മളോട് അതേ വാക്യം തന്നെ പറയുന്നു, എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശദീകരിക്കുന്നു. ആദ്യം വാഗൊണ്ട ഏറ്റുപറച്ചിൽ നടത്തി യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് നമ്മൾ ഏറ്റുപറയുന്നു. ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാറുള്ളത്, ഈ വിവാഹത്തിന്റെ സമയത്ത് ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഏറ്റുപറച്ചിൽ ഉടമ്പടി ചെയ്യാറുണ്ട്. ഭർത്താവ് പറയുന്നത്, ഞാൻ നിന്നെ മാത്രം സ്നേഹിച്ചു, ബഹുമാനിച്ചു, എനിക്കുള്ളതെല്ലാം നിനക്കായി പങ്കിട്ട് നിന്നെ പോറ്റി പുലർത്തിക്കൊള്ളാമെന്ന് വാഗ്ദത്തം ചെയ്യുന്നു. അപ്പം ഭാര്യ ചെയ്യുന്നൊരു കാര്യം, ഞാൻ നിങ്ങളെ അനുസരിച്ച് കീഴടങ്ങി ബഹുമാനിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് ഞാൻ നിങ്ങളോട് വാഗ്ദത്തം ചെയ്യുന്നു. അത് വാഗൊണ്ട് പറയുന്നൊരു ഏറ്റുപറച്ചിലാണ്. പിന്നീട് നമ്മുടെ ജീവിതത്തിന്റെ ദിനംപ്രതിയുള്ള ജീവിതത്തിലാണ് നമ്മുടെ ഹൃദയം കൊണ്ട് അത് അനുസരിക്കാൻ തുടങ്ങുന്നത്. ആ ഏറ്റു പറയുമ്പോൾ നമ്മൾ അനുസരിച്ചിട്ടില്ല, ഒരു തീരുമാനം എടുക്കുക ചെയ്യുന്നത്. പിന്നീടുള്ള പരീക്ഷകളിലാണ് നമ്മളത് ഹൃദയത്തിൽ നിന്നാണോ പറഞ്ഞേ ഇല്ല എന്നുള്ളത് വെളിയിൽ വരുന്നത്. ഹൃദയത്തിൽ നിന്ന് പറഞ്ഞതാണെങ്കിൽ നമ്മൾ അനുസരിച്ചു കൊണ്ടേയിരിക്കും.
എല്ലാ സമയങ്ങളിലും അനുസരിക്കും, ഒരു സഹോദരി ബഹുമാനിക്കും, കീഴടങ്ങിയിരിക്കും, ഭയപ്പെടും. ഒരു ഭർത്താവ് സ്നേഹിക്കും, കയ്പില്ലാതിരിക്കും, ബഹുമാനം കൊടുക്കും, പോറ്റി പുലർത്തും. അങ്ങനെ നമ്മളെ തന്നെ ശോധന ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. പല തലങ്ങളിലും നമ്മൾ അങ്ങനെ ഒന്ന് പറഞ്ഞ വാക്തത്വം അല്ലെ ഏറ്റുപറച്ചില ഉടമ്പടി നമ്മൾ പാലിക്കാറില്ല. നമ്മൾ ഓരോ ന്യായീകരണം പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. ഒരിക്കലൊരു സഹോദരനോട് സംസാരിച്ചപ്പം ആ സഹോദരൻ ആ വാക്തത്വം പാലിക്കുന്ന കാര്യത്തിൽ പുതിയ കുറച്ച് ഡിമാൻഡുകൾ വെച്ചു. ഞാൻ അങ്ങനൊക്കെ ചെയ്യണേ, സഹോദരി ഇങ്ങനൊക്കെ ചെയ്യണം. അങ്ങനെ ഒരു ഡിമാൻഡ് വെക്കുന്നതോടുകൂടി നമ്മൾ ദൈവം ഒരിക്കൽ ചെയ്ത ഉടമ്പടിയും നമ്മൾ പിന്മാറിപ്പോയി. ആ ഉടമ്പടി പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എന്ന് പറഞ്ഞ പോലെ ക്രിസ്തുവിനെ നിരന്തരമായി ഓരോ പരീക്ഷയിലും കർത്താവായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ വിശദീകരിച്ചുകൊണ്ടേ ഇരിക്കണം. 10:9 നമ്മൾ അതാ വായിച്ച യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റു പറയുകയും, രണ്ടാമത്തെ കാര്യം ദൈവം എന്നെ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടും എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താ? 4-ാമത്തെ അധ്യായം റോമർ 4:24 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചു. അപ്പൊ ദൈവം യേശുവിനെ എന്തിനാ മരണത്തിന് ഏൽപ്പിച്ച്? നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അല്ലെ നമ്മുടെ പാപം നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് പിതാവ് യേശുവിനെ ക്രൂശിൽ മരിക്കാൻ അനുവദിച്ചതെന്നും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചു മരിക്കുന്ന യേശു മരിച്ചുവെന്ന് ഉയർത്തെഴുന്നേൽക്കുക വഴിയാണ് നമ്മുടെ നീതീകരണത്തെക്കുറിച്ചുള്ള ഉറപ്പ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ നീതീകരണത്തിനായിട്ട് ഉയർപ്പിച്ചു മരിക്കുന്ന നമ്മുടെ കർത്താവ് യേശുവിനെ മരിച്ചുവെന്ന് ഉറപ്പിച്ചാൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകിയാൽ തന്നെ. അപ്പൊ ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന ഒരു കാര്യം, ദൈവനെ മരിച്ചുവെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റോടുകൂടി എനിക്ക് നീതീകരണത്തിന്റെ പ്രത്യാശ കിട്ടിക്കഴിഞ്ഞു. ഇനിയും എനിക്ക് ഒരിക്കലും മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവൻ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് അവൻ എന്നെയും ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇതിനെല്ലാം ഒരു ആത്മീയമായിട്ടുള്ള ഒരു അർത്ഥമുണ്ട് ഈ വാക്യങ്ങൾക്കെല്ലാം. പക്ഷെ നമ്മൾ പലപ്പോഴും അത് ഗ്രഹിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ ഹൃദയം തടിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അത് ഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്നത്. സാത്താൻ എപ്പോഴും നമ്മുടെ ഹൃദയത്തെ ഇങ്ങനെ തടിച്ച നിലയിൽ, അല്ലെ തിരിച്ചറിയാൻ പറ്റാത്തൊരു നിലയിൽ സൂക്ഷിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവിടെ നമ്മളൊരു ബലാത്കാരിയുടെ ആത്മാവുള്ളവരായിരിക്കുന്നിടത്ത് മാത്രമേ നമുക്ക് ഈ സത്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ, ആന്തരികമായിട്ട് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. ഹൃദയം കൊണ്ട് ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. ഹൃദയം കൊണ്ട് ഗ്രഹിക്കാത്തടത്തോളം കാലം നമുക്കൊരു മാനസാന്തരം ഉണ്ടാവത്തില്ല. ബുദ്ധി കൊണ്ട് ഗ്രഹിച്ചാലും മാനസാന്തരം ഉണ്ടായിട്ട് നമ്മുടെ ഹൃദയത്തിനൊരു മാറ്റം വരത്തില്ല. നമ്മളെപ്പം ഹൃദയം കൊണ്ട് ഗ്രഹിക്കുന്നോ അന്നേരം നമ്മൾ മാനസാന്തരപ്പെടുന്നത്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. മത്തായി 13:14, നിങ്ങൾ ചെവിയാൽ കേൾക്കും ഗ്രഹിക്കുകയില്ല താനും, കണ്ണാൽ കാണും ദർശിക്കുകയില്ല താനും. ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു. അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ. നമ്മൾ ചെവി കൊണ്ട് കേട്ടാലും പലപ്പോഴും നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. കണ്ണുകൊണ്ട് കണ്ടാലും കാണുന്നില്ല, നമ്മൾ ദർശിക്കാൻ കഴിയുന്നില്ല. നമ്മൾ ദൈവവചനങ്ങൾ ദീർഘകാലമായിട്ട് കേൾക്കുന്നവരാണ്. നമ്മൾ എന്തുമാത്രം ഗ്രഹിച്ചിട്ടുണ്ട്. പല യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നവരാണ്. അത് നമ്മളെ സ്പർശിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവസാനമായിട്ട് പറയുന്നു, ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും.
നമ്മൾ ഈ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ മാനസാന്തരപ്പെടുന്നത്. അതുവരെ നമ്മളൊരു ഇരുട്ടത്ത് തപ്പുന്ന ഒരു മനുഷ്യനെ പോലെ ആയിരിക്കും. അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്ന 10-ാമത്തെ വാക്യത്തിൽ റോമർ 10:10 ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായു കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അപ്പൊ ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോഴാണ് നീതീകരിക്കപ്പെടുന്നത്. നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച കാര്യം വാ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുന്നു. നമ്മൾ എന്ത് വിശ്വസിച്ചോ അത് പരീക്ഷകളിൽ നമ്മൾ ഏറ്റുപറയുന്നു. യേശുക്രിസ്തു ഒരിക്കലും ഏറ്റുപറച്ചിൽ നടത്തി പീലാത്തോസിന് മുമ്പിൽ, എന്റെ രാജ്യം ഐഹികമല്ല. നമ്മളെന്താ ഏറ്റുപറയുന്ന പരീക്ഷകൾ? ഞാനിവിടെ അന്യനും പരദേശിയുമാണ്, എന്റെ രാജ്യം ഇതല്ല. അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമായിരുന്നെങ്കിൽ എൻ്റെ പട്ടാളക്കാർ എനിക്ക് വേണ്ടി പോരാടുമായിരുന്നു. അപ്പൊ നമ്മളും ഐഹിക രാജ്യത്തിലല്ല നമ്മളും പ്രവേശിച്ചിരിക്കുന്നുള്ളൊരു ബോധ്യമുണ്ട്. നമ്മളും പോരാട്ടം നടത്തും. വാക്കുകൊണ്ടുള്ള പോരാട്ടം, ചിന്തകളിലുള്ള പോരാട്ടം, പെരുമാറ്റത്തിലുള്ള പോരാട്ടം. നമ്മൾ പോരാടത്തില്ല. കാരണം പോരാടുന്നത് നമുക്ക് വേണ്ടി ദൈവമാണ് പോരാടുന്നത്. യഹോവയാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. നമ്മൾ പുറപ്പാട് 14:14 ഇങ്ങനൊരു വാക്യം വായിക്കുന്നുണ്ടല്ലോ. പുറപ്പാട് 14:14 അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നേ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നാൽ യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന. പരീക്ഷകളില് നമ്മൾ മിണ്ടാതിരുന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി മിണ്ടാൻ തുടങ്ങും. നമ്മൾ മിണ്ടിയാൽ കർത്താവ് നമുക്ക് വേണ്ടി മിണ്ടത്തില്ല. നമ്മുടെ എല്ലാ പരീക്ഷകളില് നമ്മൾ ഒത്തിരി മിണ്ടുന്നവരാ, ഒത്തിരി സംസാരിക്കുന്നവരാ. പക്ഷെ എവിടെ നമ്മൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുള്ള വിശ്വാസത്തിൽ നിശബ്ദരായിരിക്കുന്നു, മിണ്ടാതിരിക്കുന്നു, അവിടെ ദൈവം നമുക്ക് വേണ്ടി മിണ്ടാൻ തുടങ്ങും. ദൈവം നമ്മളെ ന്യായീകരിക്കും. നമ്മളെപ്പോഴൊക്കെ നമുക്ക് വേണ്ടി തന്നെ നമ്മളെ തന്നെ ന്യായീകരിക്കുന്നോ അവിടെ ദൈവം നിശബ്ദനായി മാറും, നമ്മളെ തനിയെ വിടും. ഇവിടൊക്കെ നമ്മൾ ദൈവത്തിന്റെ കൽപ്പന നിമിത്തം നിശബ്ദരാകുന്നു, അവിടെ ദൈവം നമുക്ക് വേണ്ടി വാദിക്കാൻ തുടങ്ങും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായു കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യും. നമ്മുടെ പരീക്ഷകളിൽ ഈ ഒരു ഏറ്റുപറച്ചിലാണ് നമ്മൾ നടത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഏറ്റുപറച്ചിലാണ്, ഞാനിവിടെ അന്യനും പരദേശിയുമാണ്, ഞാനിവിടെ ഒരു പ്രവാസിയാണ്, എനിക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പോരാടത്തില്ല. 1-ാം നൂറ്റാണ്ട് വിശ്വാസികളോടുള്ള ബന്ധത്തിൽ വിശ്വാസവീരന്മാരുടെ പട്ടികയൊക്കെ പറഞ്ഞ അവിടെ പറഞ്ഞിരിക്കുന്നത്, അവർ സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അവർക്കുള്ളതെല്ലാം പിടിച്ചെടുക്കപ്പെട്ടു, വീടുകൾ നഷ്ടപ്പെട്ടു, അവര് കാട്ടിലും വനത്തിലും അലഞ്ഞു നടന്നു. അവരൊരു പോരാട്ടത്തിലായിരുന്നില്ല, കാരണം അവരുടെ രാജ്യം ഐഹികമല്ലായിരുന്നു. അവർ വരുവാനുള്ളതിൽ ഒരു പ്രതിഫലം കിട്ടേണ്ടതിന് വേണ്ടി ഇവിടെയുള്ളതിനെ എല്ലാം ത്യജിപ്പാൻ അവർക്ക് മനസ്സായിരുന്നു. സൗരസന്മാരെ, നമ്മളും ആ ഒരു ആത്മാവിലാണെങ്കിൽ ഒത്തിരി പോരാട്ടങ്ങളിൽ നമ്മൾ സ്വതന്ത്രരായിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഒത്തിരി നിശബ്ദരാകും. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ നാവിനെ നിയന്ത്രിക്കാൻ തുടങ്ങും. നമുക്ക് അങ്ങനത്തെ ഒരു യഥാർത്ഥ വിശ്വാസം ഇല്ലാത്തടത്താണ് നമ്മൾ പോരാടുകയും നമ്മുടെ നാവിനെ നിയന്ത്രിക്കാതിരിക്കുകയും ചെയ്യുന്നത്. നമ്മൾ ചിന്തിക്കുന്നത്, ഞാൻ തന്നെ എന്നെ ന്യായീകരിക്കേണ്ടതുണ്ട്, ഞാൻ ന്യായീകരിക്കപ്പെടും, സ്വയമായിട്ട് ന്യായീകരിച്ചില്ല ഞാൻ പരാജയപ്പെടും എന്നുള്ള ചിന്തയിൽ നമ്മൾ ഒത്തിരി ന്യായങ്ങൾ പറയാൻ തുടങ്ങും. പക്ഷെ ഈ ഒരു വിശ്വാസത്തിന്റെ തലത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാള് എന്നെ നീതീകരിക്കുന്ന ദൈവമാണെന്നുള്ള
റോമറേറ്റിൽ നമ്മൾ വായിച്ചില്ല, നീതിയിരിക്കുന്നവൻ ദൈവം, കുറ്റം വിധിക്കുന്നവൻ ആര്. എന്നെ നീതിയിരിക്കേണ്ട ചുമതല ഞാൻ കർത്താവിന് വിട്ടുകൊടുക്കും. കർത്താവ്, ഞാൻ എന്നെ തന്നെ നീതിയിരിക്കത്തില്ല, ഞാൻ നിനക്ക് ആ കാര്യം ഏൽപ്പിച്ചു തരുന്നു. നമ്മുടെ വക്കീൽ, അഡ്വക്കേറ്റ് കർത്താവാണ്. നമുക്ക് വേണ്ടി വാദിക്കുന്ന നമ്മളല്ല, കർത്താവാണ് നമുക്ക് വേണ്ടി വാദിക്കുന്നത്. നമ്മൾ സ്വയമായിട്ട് വാദിക്കാൻ തുടങ്ങും, പിന്നെ കർത്താവിന് വാദിക്കാൻ പറ്റത്തില്ല. പ്രാക്ടിക്കലി ഈ ഒരു സത്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിയുമ്പോൾ ഒത്തിരി വാദവും തർക്കവും പിറുപിറുപ്പും ഒക്കെ നമ്മളിൽ നിന്ന് വിട്ടുവാങ്ങി. ഈ സത്യങ്ങളിലേക്ക് നമ്മൾ ആന്തരികമായിട്ട് ഇത് കാണുകയും പ്രവേശിക്കുകയും ചെയ്യുന്നിടത്ത് ആണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളവർ തമ്മിലാണ് ഒരു ആത്മീയ കൂട്ടായ്മ ആരംഭിക്കുന്നത്. ഒരു ശരീരമായിട്ട് പണിയപ്പെടാൻ തുടങ്ങുന്ന അങ്ങനെയുള്ളവർ തമ്മിലാണ്. ഗലാത്യരിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അന്നും ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതായിട്ട് നമ്മൾ കാണുന്നു. ഇസ്മായേൽ ഇസ്ഹാക്കിനെ ഉപദ്രവിച്ച് നമ്മൾ വായിക്കുന്നു. ആന്തരിക തലത്തിൽ നമ്മൾ ഈ സത്യങ്ങൾ കാണുന്ന ഒരാളാണ് ആത്മാവിനാൽ ജനിക്കപ്പെടലെ, വാഗ്ദത്തത്താൽ ജനിക്കപ്പെട്ട സന്തതി. ഈ വാഗ്ദത്തത്താൽ ജനിക്കപ്പെട്ടവരെ തമ്മിലാണ് ആത്മീയ കൂട്ടായ്മ വരുന്നത്. ഞാൻ കോരിന്ത്യർ ലേഖനത്തില് അപ്പോസ്തലൻ അവരെ പ്രബോധിപ്പിച്ചെഴുതുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്ന് അവർക്ക് എഴുതപ്പെട്ടൊരു വചനമില്ലായിരുന്നു. പൗലോസ് പ്രസംഗിച്ച് കേട്ട കാര്യങ്ങളെ അവർക്ക് അറിയത്തുള്ളായിരുന്നു. ആ പ്രസംഗം കേട്ട അവര് രക്ഷിക്കപ്പെട്ടെ. പക്ഷെ അതിനുശേഷം അവര് പലരും പാപത്തിൽ തുടർന്നു. ആ കാര്യം അറിഞ്ഞപ്പോൾ അപ്പോസ്തലൻ അവരെ തിരുത്തിക്കൊണ്ട് എഴുതിയതാണ് 1ഉം 2ഉം കോരിന്ത്യർക്ക് എഴുതിയ ലേഖനങ്ങൾ. രണ്ടാമത്തെ ലേഖനത്തിലേക്ക് വരുമ്പം അവരെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നേ, ഒരു മാനസാന്തരപ്പെട്ടു. തിരുത്തിന് കേട്ട ഉടനെ അവര് മാനസാന്തരപ്പെട്ടു. പക്ഷെ എല്ലാവരും മാനസാന്തരപ്പെട്ടു നമുക്ക് പറയാൻ പറ്റത്തില്ല. 2 കോരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തില് അപ്പോസ്തലൻ അവർക്ക് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, 12-ാം അധ്യായത്തിന്റെ 19 വാക്യങ്ങളിൽ, ഇത്ര നേരം ഞാൻ നിങ്ങളോട് 2 കോരിന്ത്യർ 12:19, ഇത്ര നേരം ഞാൻ നിങ്ങളോട് പ്രതിവാദിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുവോ? ദൈവമുമ്പാകെ ക്രിസ്തുവിലാകുന്നു ഞാൻ സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, സകലവും നിങ്ങളുടെ ആത്മീയ വർധനയ്ക്കായിട്ട് അത്രേ. ഞാൻ വരുമ്പോൾ ഞാൻ ഇച്ഛിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങൾ ഇച്ഛിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും ചെയ്യുമോ എന്നും പിണക്കം, ഈർഷ്യ, ക്രോധം, ശാഠ്യം, ഏഷണി, കുശുകുശുപ്പ്, നിഗളം, കലഹം എന്നിവ ഉണ്ടാകുമോ എന്നും ഞാൻ വീണ്ടും വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ ഇടയിൽ താഴ്ത്തുവാനും പാപം ചെയ്തിട്ട് തങ്ങൾ പ്രവർത്തിച്ച അശുദ്ധി, ദുർനടപ്പ്, ദുഷ്കാമം എന്നിവയെക്കുറിച്ച് മാനസാന്തരപ്പെടാത്ത പലരെയും ചൊല്ലി ഖേദിപ്പാൻ സംഗതി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പിന്നെ ഞാൻ വീണ്ടും വരുമ്പം മാനസാന്തരപ്പെടാത്ത ചിലരെ അവിടെ കാണാൻ ഇടയാകുമോ എന്ന് വെച്ച് ഞാൻ ഭയപ്പെടുന്നു. ഇവിടെ പൗലോസ് ഭയപ്പെടുന്ന മറ്റൊരു കാര്യമാണ് 20-ാം വാക്യത്തിന്റെ പകുതിക്ക് തൊട്ട് പറയുന്നത്, പിണക്കം, ഈർഷ്യ, ക്രോധം, ശാഠ്യം, ഏഷണി, കുശുകുശുപ്പ്, നിഗളം, കലഹം എന്നിവയുണ്ടാകുമോ. അപ്പൊ അവരോട് പ്രസംഗിച്ചൊരു ദൈവനം എന്തായിരുന്നു? ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയെന്നായിരുന്നു. 1 കോരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 9 വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യത്തിൽ ഒരു പങ്കില്ല, അവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. അത് കേട്ടതിന് ശേഷവും ഒരു മാനസാന്തരപ്പെടാതെ തുടരുമോ എന്നുള്ളൊരു ഭയമായിരുന്നു അപ്പോസ്തലനുണ്ടായിരുന്നു. ഇതിനെ നമ്മൾ ഒന്ന് യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 8 താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അവിടെ നമുക്കൊരു കാര്യം കാണാനായിട്ട് കഴിയും. 1 യോഹന്നാൻ 1:8 വാക്യം, നമുക്ക് പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. അടുത്ത 9-ാം വാക്യം, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ. ഈ നിരന്തരമായിട്ടുള്ള ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്ക് ഈ ഭൂമിയിൽ ജഡത്തിൽ വസിക്കുന്നിടത്തോളം കാലം
ഞാൻ പാപം ഒഴിഞ്ഞ് ശുദ്ധനായിരിക്കുന്ന ആർക്കും പറയാൻ കഴിയത്തില്ല. അപ്പൊ നമുക്ക് പറയാൻ കഴിയുന്നൊരു കാര്യം എന്താന്ന് ചോദിച്ചാല്, ഓരോ ദിവസം കോരുന്നേക്ക് എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ഒരു പാപത്തെക്കുറിച്ചും ബോധ്യമില്ലെങ്കിലും ഞാൻ നീതിമാനെന്ന് വരത്തില്ല. കാരണം ദൈവം എന്നെ ന്യായം വിധിക്കും. ദൈവത്തിന്റെ കണ്ണിന് മുമ്പിൽ നോക്കുമ്പോൾ എനിക്ക് നീതിമാനാണെന്ന് അവകാശപ്പെടാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും, എന്റെ മനസാക്ഷിയിൽ ബോധ്യമുള്ള എല്ലാ കാര്യത്തെക്കുറിച്ചും എനിക്ക് മനസാന്തരപ്പെടാൻ പറ്റും. എന്റെ മനസാക്ഷിയിൽ ഒരു പൂർണ്ണ ശുദ്ധീകരണത്തിൽ നടക്കാൻ കഴിയും. ഈ വെളിച്ചത്തിൽ നടക്കുമ്പോൾ എനിക്ക് ദൈവത്തോട് കൂട്ടായ്മയുണ്ട്. ആ വെളിച്ചം എന്ന് പറയുന്നത് എന്റെ മനസാക്ഷിയിൽ ഒരു പാപത്തെക്കുറിച്ച് ബോധമില്ലാതെ, എന്റെ മനസാക്ഷി എന്നെ കുത്തുന്ന കാര്യങ്ങളിലൊക്കെ ഒരു വിജയം പ്രാപിച്ച ഒരു തലത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. പക്ഷെ അന്നേരവും നമ്മൾ മറന്നിരിക്കുന്ന പാപങ്ങൾ കാണും. പക്ഷെ നമ്മുടെ വെളിച്ചത്തിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ വെളിച്ചത്തിൽ ദൈവം നോക്കുമ്പോൾ വീണ്ടും നമ്മളിൽ പാപമുണ്ട്. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്ന അപ്പോസ്തലൻ, നമുക്ക് പാപമില്ലെന്ന് പറയുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നമ്മുടെ മരണം വരെയും നിരന്തരമായിട്ട് നടക്കേണ്ട ഒരു ശുദ്ധീകരണത്തിലൂടെയാണ്, അല്ല ശുദ്ധീകരണത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഭയത്തോടെ ഇരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. തീർച്ചയായും നമ്മളിങ്ങനെ വാക്യം വായിക്കുന്നുണ്ട്, എപ്പോഴും ഭയത്തോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ഒരു ആത്മീയ ജ്ഞാനത്തിൽ നടക്കുന്ന ഒരാള് അവൻ ഭയത്തോടെയാ നടക്കുന്നത്. ഒരാൾ അവന്റെ നേരെ വിരൽ ചൂണ്ടുന്ന ഉടനെ അവൻ തന്നെത്താൻ താഴ്ത്തും, അവൻ തന്നെത്താൻ ശോധന ചെയ്യും, തന്നെത്താൻ വിധിക്കും. മുഖദാക്ഷ്യത്തോടല്ലേ അവൻ നടക്കുന്നത്. എന്നിൽ പാപം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്, എനിക്ക് തെറ്റുപറ്റാനുള്ള സാധ്യത ഉണ്ട്. ആ ഒരു ബോധ്യത്തിലാവും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആര് വിരൽ ചൂണ്ടുമ്പോഴും തന്നെത്താൻ വിധിക്കാനും തന്നെത്താൻ താഴ്ത്താനും തന്നെത്താൻ ശോധന ചെയ്യാനുമുള്ള ഒരു മനസ്സ് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിരന്തരമായിട്ടുണ്ടാകും. നമ്മൾ വഴുവഴുപ്പുള്ള ഒരു സ്ഥലത്തൂടെ നടക്കുന്ന ഒരു മനോഭാവമാണ്. അതിലെ നമ്മൾ നടക്കുമ്പോൾ ഒരു ഭയത്തോടാണ് നടക്കുന്നത്. ഏത് നിമിഷവും ഞാൻ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ ഭയം നമ്മളെ സഹായിക്കുന്നത് കൂടുതൽ ശ്രദ്ധിച്ച് നടക്കാനാണ്, നിരാശപ്പെടാനല്ല, കൂടുതൽ ജാഗ്രതയോടെ ശ്രദ്ധയോടെ നടക്കാൻ. അവിടെ നമ്മൾ ഒരു കാല് പറിച്ച് വെച്ച് ഉറപ്പിച്ചതിന് ശേഷമേ അടുത്ത കാല് പറിക്കത്തുള്ളൂ. അങ്ങനെ ഒരു ഭയമില്ലാത്ത സ്ഥലത്ത് നമ്മൾ വളരെ സ്പീഡിൽ നടക്കും. നമ്മുടെ ക്രിസ്ത്യത്തോടുള്ള ബന്ധത്തിൽ എപ്പോഴും നമ്മളൊരു ഇങ്ങനെയുള്ളൊരു ഭയത്തോടെ ജീവിക്കണമെന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ ഭയം പേടിയല്ല, ഒരു ആരോഗ്യകരമായ ഒരു ഭയമാണ്. ആ ഭയം നമ്മളെ വീഴ്ചകളിൽ നിന്ന് സൂക്ഷിക്കും. പേടിയാണെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റാണ്ട് വരും. നമ്മൾ ഭയന്നിട്ട് പേടിച്ചിട്ട് നടക്കത്തില്ല. പക്ഷെ ഭയം എന്ന് പറയുമ്പോൾ ആരോഗ്യകരമായൊരു കാര്യമാണ്. നമ്മുടെ ഓരോ ചുവടുകളെയും സൂക്ഷിച്ച്, നമ്മുടെ ഓരോ വാക്കിനെയും സൂക്ഷിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങി ദൈവത്തിലേക്ക് നമ്മൾ ചെവി വെക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പറഞ്ഞു കഴിയുമ്പോൾ ദൈവം പറയും മതി എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തും. അല്ലെ നമ്മളിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്ക് വീണ്ടും റോമലേഖനം 10-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. അതിന്റെ 10-ാമത്തെ വാക്യം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഹൃദയം കൊണ്ട് നീതിക്കാൻ വിശ്വസിക്കുകയും വായു കൊണ്ട് രക്ഷിക്കാൻ ഏറ്റുപറയുകയും ചെയ്യുന്നു, അവനിൽ വിശ്വസിക്കുന്നതിന് ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. നമ്മള് ലജ്ജിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം, അതിന്റെ 1 യോഹന്നാൻ 3:28 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. ഇവിടെ പറയുന്നൊരു കാര്യം, റോമർ 10:11 പറയുന്ന അവൻ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. ഈ വിശ്വാസം ഒരു പ്രായോഗികമായൊരു വിശ്വാസം. നമ്മൾ പലപ്പോഴും നമ്മുടെ വിശ്വാസം ശോധന ചെയ്താൽ പലതും യഥാർത്ഥത്തിൽ ആഴത്തിലുള്ളതല്ലെന്ന് നമുക്ക് മനസ്സിലാവും. ആഴത്തിലുള്ള ഒരു യഥാർത്ഥ വിശ്വാസമാണെങ്കിൽ നാം എപ്പോഴും മരണത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ടേയിരിക്കും. യേശുവിനെ കുറിച്ച് ഇങ്ങനെ യെശയ്യാപ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണും. നമ്മൾ റോമാലേഖനത്തിൽ അത്
എടുത്തു പറയുന്നുണ്ട്. രോമം കത്തിരിക്കുന്നവർ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാട് പോലെ. വിവിധ പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ തെറ്റിദ്ധാരണയിലൂടെയും കുറ്റപ്പെടുത്തലിലൂടെയും അപമാനത്തിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ മിണ്ടുകയാണോ മിണ്ടാതിരിക്കുകയാണോ ചെയ്യുന്നത്? യഥാർത്ഥ വിശ്വാസമുള്ള ഒരാൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മിണ്ടാതിരിക്കും. പീലാത്തോസ് കർത്താവിനോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചു. കർത്താവ് ഒന്നിനും മറുപടി പറയുന്നില്ല, മിണ്ടുന്നില്ല. അപ്പൊ വീണ്ടും പറഞ്ഞു, എനിക്ക് നിന്നെ ശിക്ഷിക്കാനും വിടാനുള്ള അധികാരം എനിക്കുണ്ടെന്നുള്ളത് നിനക്ക് അറിയാവോ? ഉടനെ പിതാവ് പറഞ്ഞോളാൻ പറഞ്ഞു, എന്റെ പിതാവ് തന്നിട്ടല്ലാതെ എൻ്റെ മേൽ നിനക്കൊരധികാരവും ഉണ്ടാകത്തില്ല. അതിന്റെ താഴേക്ക് വായിച്ചു വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, പീലാത്തോസ് ഭയപ്പെട്ടു. അവിടുത്തെ ഭരണാധികാരിയാ. എന്തുകൊണ്ടാണ് യേശുവിനെ ഭയം വന്നു? യേശുവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ അവന് ഭയം വന്നു. കാരണം പിതാവ് പറയാൻ പറഞ്ഞ കറക്റ്റ് വാക്കുകളാ പറഞ്ഞു. സ്വർഗത്തിൽ നിന്ന് വന്നൊരു ശബ്ദമായിരുന്നത്, അത് അവന്റെ ഉള്ളിൽ ഭയം ഉളവാക്കി. നമ്മളിങ്ങനെ വായിക്കുന്ന, ഭയപ്പെട്ടിട്ട് അവനെ വിട്ടയക്കാൻ ആഗ്രഹിച്ചു. നമ്മുടെ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ലജ്ജിച്ചു പോകുന്നുണ്ട്. അതിന്റെ കാരണം നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നില്ലെന്നുള്ളതാണ്. അത് 9-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഈ ഭാഗം വായിച്ചിരുന്നു. 9:30, ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്ങളപ്പാറയും വെക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസം അത് നമ്മളെ ലജ്ജിക്കേണ്ട സാഹചര്യങ്ങളിലേക്ക് നയിക്കത്തില്ല. നമ്മുടെ വിശ്വാസം സത്യസന്ധമല്ലെങ്കിൽ. അതുകൊണ്ട് പുതിയത്തിലേക്ക് വരുമ്പം പൗലോസ് തീമോഥെയോസിന് എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി, നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിർവ്യാജമായൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം ഒറിജിനലാണ്, വ്യാജമല്ല. അങ്ങനെ വിശ്വാസമുള്ള ഒരാളാണ് തങ്ങളെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുക. അവമാനിക്കപ്പെടാൻ, നിന്ദിക്കപ്പെടാൻ, കുറ്റപ്പെടുത്തപ്പെടാൻ ഒക്കെ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുമ്പം രോമം കത്തിരിക്കുന്നവരൊക്കെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ മിണ്ടാതിരിക്കാൻ നമുക്ക് കഴിയും. യഥാർത്ഥ വിശ്വാസമാണ് നമ്മുടെ ഉള്ളിലുള്ളതെങ്കിൽ. നമ്മുടെ വിശ്വാസം യഥാർത്ഥമല്ലെങ്കിൽ നമ്മൾ മിണ്ടിക്കൊണ്ടേയിരിക്കും. കൂടുതൽ കൂടുതൽ നമ്മൾ പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കും. 11-ാം വാക്യത്തിൽ ഇങ്ങനെ, അവന് വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്ത് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. സങ്കീർത്തനം 34-ാം സങ്കീർത്തനത്തിന്റെ 22-ാമത്തെ വാക്യത്തില് നമ്മളിങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. 34-ാം സങ്കീർത്തനത്തിന്റെ 22-ാമത്തെ വാക്യത്തില്, യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൽ ശരണം വെക്കുന്നൊരു മനോഭാവമാണ്. ഇവിടെ പറയുന്നൊരു കാര്യം, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. നമ്മുടെ യഥാർത്ഥ വിശ്വാസം ദൈവത്തിൽ നമ്മൾ ശരണം വെക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ റോമർ 8:1 വായിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നമ്മൾ ക്രിസ്തുവേശുവിലാണെങ്കിൽ നമുക്കൊരു ശിക്ഷാവിധിയുമില്ല. ഫിലിപ്പിയ ലേഖനം 3:9 അപ്പോസ്തലൻ എഴുതുമ്പം ആ ഒരു കാര്യത്തെക്കുറിച്ച് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിലുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്ന നീതിയെ ലഭിച്ച അവനിൽ ഇരിക്കേണ്ടതിന്, ക്രിസ്തുവേശുവിൽ ഇരിക്കേണ്ടതിന്. ഇരിക്കുക എന്നുള്ള പദപ്രയോഗം നമുക്കറിയാം. ഇരിക്കുക എന്നുള്ള ഒരു സാധാരണ വിശ്രമത്തെ കുറിക്കുന്നതാണ്. ക്രിസ്തുവേശുവിൽ ഇരിക്കുക, അവനിൽ ഇരിക്കേണ്ടതിനും. അപ്പൊ യഥാർത്ഥ വിശ്വാസമുള്ളവൻ എപ്പോഴും കർത്താവിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു അനുഭവമായിരിക്കും. നമുക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടോ? അതാണ് യോഹന്നാൻ 15 കർത്താവ് പറഞ്ഞ്,
കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ അതിന് സ്വയമായിട്ട് ഫലം കായ്പാൻ കഴിയത്തില്ല. നമ്മൾ ക്രിസ്തുവിൽ ഇരിക്കുമ്പോഴാണ് ക്രിസ്തുവിൽ നീതിഫലം നിറഞ്ഞവരായിട്ട് തീരുന്നത്. വിശ്വാസമല്ല നമ്മൾ ഒരു ഇരിപ്പിന്റെ മനോഭാവമാണ്. പ്രതിബന്ധങ്ങളിലൂടെ കടന്നു പോകും, പ്രതികൂലങ്ങളുടെ പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ ആ ക്രിസ്തുവിൽ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു സ്വസ്ഥയെ കാണിക്കുന്ന ഒരു പ്രവൃത്തിയായി ഇരിപ്പെന്ന് പറയുന്നത്. നമ്മൾ അധ്വാനിച്ച് മടുക്കും പറഞ്ഞ് ഞാൻ കുറച്ചു നേരം ഇരിക്കട്ടെ, ക്ഷീണമൊക്കെ മാറി വീണ്ടും ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇരിപ്പെന്ന് പറയുന്നത്. നമ്മൾ ക്രിസ്തുവിൽ അവിടെ പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചവനിരിക്കേണ്ടതിനും. അപ്പൊ ആ വിശ്വാസമുള്ള നീതി ലഭിക്കുന്ന ഒരാള് ക്രിസ്തുവിൽ ഇരിക്കുന്ന ഒരു മനോഭാവമുള്ളവരായിരിക്കും. സ്വസ്ഥത. ഇബ്രാഹിം നമ്മൾ വായിക്കുന്നത് അവന്റെ സ്വസ്ഥയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിച്ചിരിക്കാൻ നിങ്ങൾക്ക് ലഭിച്ചിരിക്കാതെ നിങ്ങൾ ആർക്കും ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ ഭയപ്പെടുമെങ്കിൽ വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ വിശ്വാസമുള്ള നീതി ലഭിക്കുന്ന ഒരാൾ ക്രിസ്തുവിൽ ഇരിക്കുന്ന ഒരു അനുഭവത്തിലായിരിക്കും എപ്പോഴും. അവനെ അവിടുന്ന് എഴുന്നേൽപ്പിക്കാനായിട്ട് ആരെ കൊണ്ടും കഴിയത്തില്ല. എഴുന്നേൽക്കുമ്പം ഒരു പോരാട്ടത്തിന് വേണ്ടിയിട്ടായിരിക്കും, പക്ഷെ അവന് വേണ്ടി പോരാടുന്നത് ക്രിസ്തുവാ പോരാടുന്നത്. അവൻ ക്രിസ്തുവിൽ ഇരിക്കുന്നു. നമ്മളിങ്ങനെ വാക്യം വായിക്കുന്നുണ്ടല്ലോ, നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളെ തൊടാൻ വരുന്നവനെ തടയുന്ന ഉത്തരവാദിത്വം എനിക്കുള്ളത്. നമ്മളെ കുറ്റപ്പെടുത്താൻ വരുന്നവരെ, നമ്മളെ വിധിക്കുന്നവരെ, നമ്മളെ നിന്ദിക്കുന്നവരെ, വേറെ നമ്മൾ വായിക്കുന്നില്ല, നിന്നെ നിന്ദിക്കുന്ന നിന്ന എൻ്റെ മേൽ വീണിരിക്കുന്നു. അപ്പൊ നമ്മൾ കർത്താവിലുള്ള ആ ഒരു തലത്തിലേക്ക് വരുന്നിടത്ത് നമ്മൾ കർത്താവിനൊരു സ്വസ്ഥയുടെ അനുഭവത്തിലായിരിക്കും. ഈ നീതി ലഭിച്ചു കഴിയുമ്പോൾ നമ്മളൊരു സ്വസ്ഥയുടെ അനുഭവത്തിലാണ്, കർത്താവിൽ ഇരിക്കുന്ന ഒരു അനുഭവമാണ്. അവിടെ നമുക്ക് വേണ്ടി പോരാടുന്ന നമ്മളല്ല, കർത്താവ് നമുക്ക് വേണ്ടി പോരാടും. നീതീകരിക്കുന്ന നമ്മൾ തന്നെയല്ല, കർത്താവ് തന്നെയാണ് നമ്മളെ നീതീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി വാദിക്കുന്നത് കർത്താവാണ്, നമ്മളല്ല. നമ്മൾ വാദിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സത്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണമെന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ആഗ്രഹം. അങ്ങനെ നമ്മൾ അവിടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന്റെ സ്വസ്ഥയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം, നമ്മൾ അവനിരിക്കുക. എഫെസ്യലേഖനത്തില് ഈ ഒരു പദപ്രയോഗമുണ്ട്, സിറ്റ്, വാക്ക്, സ്റ്റാൻഡ്. ഇരിക്കുക, നിൽക്കുക, നടക്കുക. 3 അനുഭവങ്ങളെ കുറിക്കുന്നതാണ്. നമ്മൾ ആദ്യം ഇരിക്കുക ചെയ്യുന്നത്, ആ നീതി പ്രാപിച്ച അവനിൽ ഇരിക്കുന്നു. അതിൽ നിന്നാണ് ഈ നീതി പ്രവൃത്തികൾക്കായിട്ട് നമ്മൾ എഴുന്നേൽക്കാൻ തുടങ്ങുന്നത്. ഈ രാത്രി നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പോൾ നമുക്ക് കർത്താവിന്റെ മുഖം അന്വേഷിക്കാം. ഈ സത്യങ്ങൾ പൊരുൾ തിരിച്ച് നമ്മുടെ കണ്ണുകൾക്ക് മറ നീക്കിയെന്ന് കാണിക്കാനായിട്ട് നമുക്ക് കർത്താവിനോട് നിലവിളിക്കാം. ഇപ്പോഴും ഞാൻ ഏറ്റുപറയുന്നൊരു വചനമാണ് എഫെസ്യലേഖനം 1:17. നമ്മുടെ യേശു ക്രിസ്തുവിന്റെ ദൈവം പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ദർശനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെ നൽകേണ്ടതിനും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വെളിപ്പാടായിട്ട് ഈ സത്യങ്ങൾ നമുക്ക് കിട്ടുന്നിടത്താണ് ഈ അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അവന്റെ ആന്തരിക കണ്ണുകൾ തുറക്കപ്പെട്ട് ഇത് കാണുക ചെയ്യുന്നു. അതിന്റെ പുറമേ ഉള്ളതുകൊണ്ട് കണ്ണുകൊണ്ട് കാണുമ്പോൾ അവന് ഭയവും നിരാശയും ആകുലതയൊക്കെയാ വരിക. ആന്തരിക കണ്ണുകൊണ്ട് കാണുമ്പം അവന് ധൈര്യവും ഉറപ്പും പ്രത്യാശയാ വരിക. അവിടെ അവൻ ദൈവത്തെയാ കാണുന്നത്. പുറത്തെ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഇതെല്ലാം വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുകയും പരീക്ഷകളിൽ കടന്നു പോവുകയും ചെയ്യുമ്പോൾ സ്വയമായിട്ട് പോരാടാൻ തുടങ്ങും. ഇവിടെ ഞാൻ പോരാടിയില്ലെങ്കിൽ വീണു പോകുന്നുള്ള ഭയത്തില്. പക്ഷെ കർത്താവിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും സ്വയമായിട്ട് പോരാടത്തില്ല. അവൻ പോരാടാനുള്ള ഉത്തരവാദിത്വം കർത്താവിന് വിട്ടുകൊടുക്കും. കർത്താവ് ഇതാ, ഞാൻ എന്നെ തന്നെ ആയാലും സമ്മതം താൻ. അപ്പൊ അങ്ങനെ ഞാൻ ഏൽപ്പിക്കുക വഴി ഞാൻ ജീവിക്കുകയാണേലും മരിക്കുകയാണേലും അതെല്ലാം നിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇതാ ഞാൻ എന്നെ തന്നെ തരുന്നു എന്നുള്ളൊരു മനോഭാവത്തോടെ നമുക്ക് വേണ്ടി പോരാടാൻ കർത്താവിനെ ഏൽപ്പിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ തലത്തിലേക്കാണ് ദൈവം നമ്മളെ ഉയർത്താൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ശത്രുക്കളോട് കർത്താവ് തന്നെയാണ് പോരാടുന്നത്. അതുകൊണ്ട് രാത്രി
അതിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, നിങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. നിങ്ങളോട് കരുണ തോന്നണം. ദൈവത്തിന്റെ വചനമെല്ലാം ഹൃദയം കൊണ്ട് ഗ്രഹിപ്പാനും മനം തിരിയുവാനും കർത്താവേ നിങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഹൃദയം കൊണ്ട് ഗ്രഹിപ്പാൻ തക്കവണ്ണം ഉയരത്തിലെ ജ്ഞാനത്താൽ അടിയങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുവഴി ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ കൂട്ടായ്മയിൽ വർദ്ധിച്ചു വന്ന് ക്രിസ്തുവൻ തലയോളം സകലത്തിലും വളർന്ന് അവിടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് പിതാവേ, അടികളെ തന്നെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു പിതാവേ.